പോകാനായിട്ടുള്ള വഴിയിലാണ്. അങ്ങനെ നമ്മൾ ഡേ 2 എത്തിയിരിക്കുകയാണ്. നമ്മളെ വണ്ടികൾ ഇവിടെ ഇന്നലെ കളക്ട് ചെയ്തിട്ട് ഒരു ആപ്പിളിൻ്റെ തോട്ടത്തിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ നിന്ന സ്റ്റേ. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ഡേ ഹംതാ പാസിലോട്ട് റൈഡ് ചെയ്യാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഹംതാ പാസിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടുന്ന് 14 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ, പക്ഷെ 41 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഈ റോഡ് ഇങ്ങനെ മോശമാണ്ടായിരിക്കും തോന്നുന്നു. ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. വേണ്ട, നമ്മളടുത്ത സ്ഥലത്ത് പിടിക്കുന്ന വീട്. റോഡ് കുറച്ചല്ല, അത്യാവശ്യം അലമ്പാണ്. ഇതൊക്കെ നല്ല റോഡായിരിക്കും. വരാൻ കിടക്കുന്നതാണ് മോശം റോഡ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടല്ലോ ഈശ്വര, അങ്ങോട്ട് നമ്മളെ കയറ്റി വിടത്തില്ലേ? സെക്യൂരിറ്റിയൊക്കെ ഉണ്ടല്ലോ. ചെറിയൊരു പേരൊക്കെ എഴുതി കൊടുക്കണം തോന്നുന്നു ഗൈസ്. എന്തൊരു സാധനം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. ബൈ रोड इन्फॉर्मेशन ओके ठीक है. तो रोड इन्फॉर्मेशन എന്ന് പറഞ്ഞുകൊണ്ട് ഹംതാ പാസ് ഹംതാ ശ്രദ്ധിച്ചു പോകുന്നതാണ് എഴുതിയിരിക്കുന്നത്. തണുപ്പ് ഉണ്ട് അത്യാവശ്യത്തിന്. രാവിലെയൊക്കെ തണുപ്പുണ്ട്, പക്ഷെ എത്രയാണെന്ന് ഞങ്ങൾ നോക്കിയില്ല. ജസ്റ്റ് നമുക്ക് നോക്കിയാലോ. നമുക്കിപ്പോൾ ഇവിടെ 12 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ലേയിലിട്ട് കഴിക്കുന്നത്, അവിടെ 6ആണ്. ഓക്കെ, നമ്മളോട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. റോഡ് മോശമാണ്, അപ്പോൾ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ പോയിക്കോളാമെന്ന് ആണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് രാവിലെ തന്നെ ലേയിലോട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ നമുക്ക് ഇന്നലെ വണ്ടി കിട്ടാൻ ഒരുപാട് ലേറ്റായി. പിന്നെ എൻ്റെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി ഡൗണായി, അത് അപ്പ് ചെയ്തെടുക്കാൻ തന്നെ ഒരു സമയമായി. പിന്നെ ഇന്ന് രാവിലെ മനുഷ്യന് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുള്ള് ലേറ്റായി. മുകളിലൊക്കെ കണ്ടോന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മുകളിലൊക്കെ നമ്മൾ വാൾപേപ്പറിലൊക്കെ ഈ ഹിമാലയത്തിലുള്ള മരങ്ങളുടെ മുകളിലൊക്കെ സൺലൈറ്റ് അടിക്കത്തില്ലേ, അമ്മ ആ വ്യൂ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ദൂരെയാണ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിചാരിച്ച പോലെ ഒന്നല്ല ഗൈസ്. വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നല്ല പാടാണ്, നമ്മൾ ശ്രദ്ധിക്കണം. മാറ്റാം, ഇത് വെച്ച് നോക്കിയിട്ട് വ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്.
നമുക്ക് ഒരു പശുവിനെ എന്താ അതിന് ആരും എടുത്തുകൊണ്ട് പോകാതെ ഒരു പശുവിൻ്റെ സ്കെൽട്ടൺ ആയിക്കൊണ്ടിരിക്കുന്നു. ആരും ഒന്നും എടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. വേറെന്നൊരു വൈബ്, അടിപൊളി വഴി. സൈഡിലൊക്കെ ഫുൾ പച്ചപ്പും മരങ്ങൾ, ശരിയായ ഹിമാലയൻ വ്യൂ. അയ്യോ, അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനൊരു ബ്രെഡ് ഓംലെറ്റ്, പിന്നെ ആലു പൊറോട്ടയൊക്കെ ചമ്പി അയ്യോ. പിന്നെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് അംതാ പാസിലോട്ട്. ഇനി ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. ഒരു 10-20 മിനിറ്റ് കൊണ്ട് എത്തുമായിരിക്കും. റോഡ് ഈസ് നോട്ട് ദർ എന്ന് പറയുന്നത് ശരി. പ്രൊജക്റ്റ് ഏരിയ, റെസ്ട്രിക്റ്റഡ് ഏരിയ, നോ ഫോട്ടോഗ്രാഫി. അയ്യോ മൈ ഗാഡ്, വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴുകുന്നു ഗായ്സ്. ഞാൻ വിചാരിച്ചു താഴെ കൂടെ മാത്രമേ ഉള്ളൂ. ചിലപ്പം പണിയാണെന്ന് തോന്നുന്നു. അമ്മച്ചി, അങ്ങനെ ഇറങ്ങി പോവുകയാണ്. നല്ല അടിപൊളി സെറ്റപ്പ് വഴി, ഫുൾ പച്ചപ്പ്. അതിൻ്റെ ഇടയിൽ ഈ വെള്ള റോഡ്, ഫുൾ മൗണ്ടൻസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ വ്യൂ. നല്ല ഇവിടെ തീരെയില്ല, ഫുൾ മണൽ പോലെ. ഇവിടെയൊക്കെ കണ്ടോ, ഇവനെ കാണുന്നുണ്ടോ ഗായ്സ്, പച്ച ഡൊമിനാർ. അവിടെ നിന്ന് നിർത്തിയിട്ട് നമുക്ക് ട്രക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങോട്ട് ട്രക്ക് ചെയ്യുന്നു. അവിടെ മേലെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ഉണ്ട്, അവിടുത്തെ ട്രക്ക് ചെയ്ത് പോകണം. അടിയില്ലേ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ട്രക്ക് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അതിന് പറ്റിയൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് പോകണം. അന്നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. ഉള്ളിൽ ഓ ഭയങ്കര, ഓ സൂര്യക്ക് സൺറൈസിൻ്റെ അടിയിൽ കൂടെ വരുന്നുണ്ട്. അത് പച്ചയല്ല, എന്താണ് തട്ടിയിട്ട് ഭയങ്കര വ്യൂ. അതുപോലെ തന്നെ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഒരു ഡാം പോലത്തെ ഒരു പ്രൊജക്റ്റുണ്ട്. അത് എന്താണ് ആരും ഇങ്ങോട്ടും ബൈക്ക് വിടാതെ ഇവിടുന്ന് നടന്നു പറഞ്ഞു. നമ്മൾ വിചാരിച്ചു മറ്റേ ഇത് ചങ്ങല വെച്ചാൽ കയറാൻ പറ്റുന്നില്ല. ഇത് കണ്ടു സെറ്റപ്പ് വ്യൂ. ബ്രിഡ്ജ് കിടക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ നിൽക്കുന്നുണ്ടോ?
നല്ല മരത്തിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പാലമാണ്. നോക്കിയിട്ട് പോണേ. പത്ത് വരുന്നു ഇതിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. പത്ത് വരുന്നു അവിടെ പോണേ. ഒരു മരം വളർന്നിട്ട് ഇങ്ങനെ ബ്രിഡ്ജാക്കി നല്ല ജീവൻ്റെ ഇങ്ങനെ മുന്നിൽ കേട്ടിട്ട് താഴെ വീഴുന്നു. മരം വളർന്നുണ്ട്. ഒരു മരം കഴിഞ്ഞിട്ട് എങ്ങോട്ടാ വഴി? ഇവിടെ ഒന്ന് വേറെ പുറത്തൊക്കെ കാണും. എന്തെങ്കിലും ഫോട്ടോയൊക്കെ കിട്ടും. ചെറിയ കയറ്റമാണ്. വാ, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഹംത പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 days ട്രക്കാണ്. എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ആദ്യം. നമുക്കിപ്പം ഒരു ബേസ് ക്യാമ്പ് വരെ പോയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് റിട്ടേൺ വരാനാണ് പ്ലാൻ. ശരിക്കും ഹംത പാസിലോട്ട് പോകാൻ ഭയങ്കര 5 days 6 hours ഒക്കെ ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റേ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്ന പറയുന്നത്. അത് നമുക്ക് അവിടെ ഒരു ബേസ് ക്യാമ്പുണ്ട്. അതുവരെ പോയി നമുക്ക് കാണുന്നുണ്ടല്ലോ. സ്ട്രെയിറ്റ് ഇതിൻ്റെ ഇടയിലൂടെ ഒരു ബേസ് ക്യാമ്പുണ്ട്. അവിടെ പോയിട്ട് വ്യൂ ഒക്കെ കണ്ടിട്ട് അവിടെ നല്ല അടിപൊളി വ്യൂ എന്നാണ് പറഞ്ഞത്. തിരിച്ചു വരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടി സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ പോയിട്ട് റിട്ടേൺ വരാനാണ് പ്ലാൻ. അപ്പോൾ അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞു. പക്ഷേ യു പോലെ ഒരു ഐറ്റം അല്ലേ. ഇവള് താഴെ വീണ് ഇവള് മുട്ടിനൊക്കെ ഈ സാധനം വെച്ചോണ്ട് ഭാഗ്യത്തിന് ആ സാധനം വെച്ചോണ്ട് ഒന്നും പറ്റില്ല. നേരെ അവിടെ വീണ്. അതുപോലെ തന്നെ കുഞ്ഞനെണീക്ക് പോലെ എണീറ്റ്. ഇതാണ് നമ്മൾ ദൂരെ കണ്ട ക്യാമ്പ്. എനിക്ക് ഇവിടുന്ന് അവിടം വരെ പോയിട്ട് നല്ല സുഖത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് കയറാനുണ്ട്. ഇതിൻ്റെ മുകളിൽ കയറുന്ന ആഗ്രഹമുണ്ട്. എന്താ പറഞ്ഞ ഇതിൻ്റെ മുകളിൽ കണ്ടോ, നല്ല അടിപൊളി വാലി പോലത്തെ ഒരു സെറ്റപ്പ്. അതിൻ്റെ അവിടെ കണ്ടോ നല്ല ടെൻറ്റ് അടിച്ചിട്ട് സെറ്റപ്പ് ടെൻറ്റ് അടിച്ചിട്ട് അവിടെ സ്റ്റേ. ഇനി ഇതിൻ്റെ മുകളിലും അത് വേറെ ഒന്നിന് കയറുന്നുണ്ട്. പക്ഷേ കയറി നോക്കാം. വേണ്ട അയ്യ ചടി
പണിയുണ്ടെങ്കിലും കയറുക. എൻ്റെ മണ്ണേ, മറ്റേ സിംഹത്തിൻ്റെ സിനിമയിലെ സിംഹം കയറി നിൽക്കുന്ന ഒരു ഹൈറ്റ്, താഴെ മറ്റേ സിംഹം അതേപോലത്തെ ഒരു നിൽക്കാൻ പറ്റിയൊരു സ്ഥലം. അങ്ങ് ദൂരെയുള്ള ആ കല്ലിൻ്റെ മുകളിലാണ് നമ്മൾ ഇരുന്നത്. അവിടുന്ന് ട്രക്ക് ചെയ്ത് താഴോട്ട് വന്നിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ സൈഡിലൂടെയുള്ള വഴിയൊക്കെ കഴിഞ്ഞിപ്പോൾ റിവറിൻ്റെ സൈഡിലൂടെ കല്ലിക്കൂടാണ്. ഇവർ കുറേ ദൂരം പരന്നിരിക്കുന്നു അതിലും. ഈ വഴി മൊത്തം നമ്മൾ കയറി വന്ന് തലയോട്ടായിരിക്കും ഇതിൻ്റെ മുകളിലെത്തി നമ്മൾ. ഇത് കഴിഞ്ഞ് അതിലൂടെയാന്ന് തോന്നുന്നു ബാക്കി ഇങ്ങനെ ഇരിക്കുന്നില്ല. ഇത് മനസ്സിലാക്കാം. ഇവിടെയൊക്കെ ടെൻറ്റുകൾ, അവിടെ ഒരു വാട്ടർഫോൾ, അവിടെ ടെൻറ്റുകൾ, ഇവിടെ ടെൻറ്റുകൾ, അവിടെ ടെൻറ്റ്. അതുവഴി ഇങ്ങനെ 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 പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു കുറച്ച് ടെൻറ്റുകളുണ്ട് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇതുവഴി എന്തായാലും പോവില്ല. അതുവഴി കയറി ആ പാസിലൂടെ കയറി പോയി കാര്യം ചോദിക്കാം. അങ്ങനെയാണ് തോന്നുന്നത്. മാഗി എന്തൊക്കെയുണ്ട് ഇവിടെ, കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ക്യാമ്പാണ് കിടക്കുകയൊക്കെ ചെയ്യും. ഫുഡും പുള്ളി ഹലോ കഴിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. ഒക്കെ നാം ക്യാ ഹൈ? ഇവിടെയൊക്കെ ചെറിയ ടെൻറ്റ് കളിക്കും. പിന്നെ അതെ അങ്ങോട്ട് ഞാൻ ഈ കേട്ടോ ഈ സൈഡിൽ നമ്മൾ അപ്പുറത്ത് ആ മല ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ കാണലൊക്കെ ആ ടെൻറ്റ് കളിച്ചിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് ഈ സൈഡ് സ്ഥലം എൻ്റെ പൊന്നേ നല്ല സ്ഥലം. എൻ്റെ സ്ക്രീൻ ഡിമ്മായിട്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല.
ഇരിക്കുന്നു മാത്രമേ അവിടെ കയറി എൻ്റെ ഡയറി ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മേ പനിയായിട്ട് കേട്ടോ. നല്ല അടിപൊളി സുഖമായിട്ട് നോക്കൂ വയസ്സ്. നല്ല സുഖമുള്ള നല്ല സുഖമുള്ള സ്ഥലം. നല്ല സമാധാനം. വേറെ ശബ്ദങ്ങളൊന്നുമില്ല. ഈ വെള്ളം പോകുന്ന സൗണ്ട് വന്നു, കാറ്റടിക്കുന്ന സൗണ്ട്. വേറെ കുറേ ടെൻറ്റുകൾ, കുറച്ച് ആൾക്കാർ, പിന്നെ എൻ്റെ ഭാര്യ. ये जगह का नाम क्या है? चिक्का. ये चिक्का है. ठीक है. अभी इधर से हमका जाने के लिए कितना टाइम लगेगा? हमका जाने के लिए तो आपको 3 दिन लगेगा इधर से. तो इसके बीच बेस कुछ कैम्प है? बालूकीरा आएगा, उसके बाद कौन सा बालूकीरा? ओके. आपका आएगा क्या बोलते हैं, इसी टाइम नाम भूल जाता है. ठीक है ठीक है. तो इधर से 3 दिन लगेगा? 3-4 दिन लगेगा आपका पास होते होते. तो वापस आने के लिए? वापस पल्ली साइड से निकल जाएगा. उधर से डायरेक्ट मनाली चलेगी क्या? हाँ जी. तो जीप अगर मिलेगा? हाँ जी, वहाँ से गाड़ी मिल जाएगी. वहाँ से गाड़ी मिलेगी. ठीक. तो पहले दिन इधर ही कैंपिंग करेंगे क्या? पहले दिन यहाँ पे, उसके बाद बालूकीरा, उसके बाद आगे जाएंगे. आगे एक और कैंप आएगा. इसी तरह मतलब 3-4. तो 4 कैंप है? 4, 1, 2, 3, 4, 5 है टोटल. 5 कैंप है. तो इधर आप ये कैंप अगर आप करते हैं तो ये टेंडिंग? हाँ जी, ये TTS हमारा ना, ये रेड वाला. तो कितना है दिन के लिए, कितना है? ये तो नीचे कंपनी से होता है, फिक्स होता है. नीचे कंपनी से होता है. तो पैकेज होते हैं क्या? ऑफिस से पैकेज होता है. तो इधर का और दूसरा उधर का भी मिलेगा? हाँ जी, सेम रेट. सब एक में मिलेगा? मतलब एक में ही ले जाएंगे ना. तो एक ट्रक को एक आदमी को कितना हो जाएगा? 10-12 होगा. 10-12? हाँ जी. 5 दिन का ट्रैक होगा. 12,000 सब कुछ होगा. सब कुछ, गाड़ी भी होगा आपके साथ, रहने को होगा, खाने को सब. 12,000 में एक आदमी को हो जाएगा. हाँ जी. हमता पास. ठीक है. 12 രൂപ 12,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 5 ദിവസത്തെ ട്രക്ക് ഹംദാ പാസിലേക്കുള്ള ട്രക്ക് അടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പുള്ളി. ओके. ठीक है, हम लोग वो वाटरफॉल देख के आता. ओके ओके, थैंक यू. നമ്മൾ നേരത്തെ വന്ന് ഇതിൻ്റെ മുകളിൽ വാട്ടർഫോളുകളുണ്ട്. ജസ്റ്റ് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതിവിടെ കാണുന്നു, കൊതയ്ക്കുന്നു. 1000 പലരും അടിക്കുന്നുണ്ട്.